the main thing that has distinguished what we have emphasized in our churches through the years is the new covenant. കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് നാം സഭയിൽ പ്രത്യേകമായിട്ടും എടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ഉടമ്പടിയുടെ ഉപദേശമാണ്. It's not because other things are not important. മറ്റ് കാര്യങ്ങൾ അത്ര പ്രാധാന്യം അർഹിക്കുന്നതല്ല എന്നുള്ളത് കൊണ്ടല്ല. But so many other truths have already been proclaimed very much by Christian preachers. മറ്റ് ക്രിസ്തീയ പ്രസംഗികർ മറ്റ് പല വിഷയങ്ങളും മറ്റ് വേദപുസ്തകത്തിലെ മറ്റ് സത്യങ്ങളൊക്കെ പലയിടങ്ങളിലും പ്രസംഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. For example, that Christ died for our sins and we can be forgiven. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും അത് മുഖാന്തരമായിട്ട് നമുക്ക് പാപക്ഷമ ലഭിക്കുമെന്നുള്ള കാര്യങ്ങൾ അനേക ഇടങ്ങളിലും പ്രസംഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. And that we don't go to heaven by our good works but by the death of Christ. നമ്മുടെ നീതി പ്രവൃത്തികളാൽ നാം ആരും തന്നെ സ്വർഗ്ഗത്തിലെത്തുകയില്ല. About water baptism, ജലസ്നാനത്തെക്കുറിച്ചും being filled with the Holy Spirit. ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കേണ്ടതിനെക്കുറിച്ചും We believe in all these things. ഇതെല്ലാം നാം പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. We experience casting out demons, ഭൂതങ്ങളെ പുറത്താക്കുന്നതൊക്കെ നാം അനുഭവിക്കുന്ന സത്യങ്ങളാണ്. and healing the sick, രോഗികളെ സൗഖ്യമാക്കുന്നത്, speaking in tongues and interpretation, അന്യഭാഷകൾ സംസാരിക്കുന്നതും ഭാഷയുടെ വ്യാഖ്യാനങ്ങളും, and prophecy and പ്രവചനം, like that. ഇതെല്ലാം നാം വിശ്വസിക്കുന്ന സത്യങ്ങളാണ്. Those are not the major things. എന്നാൽ പുതിയ ഉടമ്പടിയിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് അത് മാത്രമല്ല. We have experienced healings from extreme sicknesses which is almost certain where death could have taken place. മരണകരമായ അത്യാസന്ന നിലയിലായിരുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ സൗഖ്യം പ്രാപിച്ച അനുഭവം നമുക്കുണ്ട്. But we don't speak about those things because that's not central. എന്നാൽ നാം അതിനെയൊക്കെ കുറിച്ചൊന്നും അധികം എടുത്ത് പറയാറില്ല. കാര്യം നമ്മുടെ കേന്ദ്രമായിട്ടുള്ള സബ്ജക്റ്റ് അതല്ല. We believe in prophecy too. പ്രവചനങ്ങളിൽ നാം വിശ്വസിക്കുന്നുണ്ട്. We have experienced even certain predictions about the future. ഭാവിയെക്കുറിച്ചുള്ള പല പ്രവചന വിഷയങ്ങളും നാം വിശ്വസിക്കുന്നതാണ്. But it's very rare, just like in Acts of the Apostles, only in 2 places it says Agabus made some prediction like that. വളരെ കുറച്ച് ഇടങ്ങളിൽ മാത്രമേ നാം യഥാർത്ഥമായിട്ടുള്ള പ്രവചനം കാണുന്നുള്ളൂ. പുതിയ നിയമത്തിൽ തന്നെ ഭാവിയെ സംബന്ധിച്ച് അഗബാസ് 2 സ്ഥലത്താണ് പ്രവചിച്ചതായിട്ട് നാം കാണുന്നത്. But we emphasize the main emphasis on prophecy, which is to encourage, challenge believers to a godly life. അതെ, ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിനു വേണ്ടി വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന ഒരു പുതിയ നിയമത്തിന്റെ ഉടമ്പടി, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നാം പ്രസംഗിക്കുന്നത്. But it is the truths of the new covenant that have not been sufficiently emphasized in Christianity, and that is why God has raised us up to proclaim those things. എന്നാൽ പുതിയ ഉടമ്പടിയുടെ സത്യത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് അതിനെ ഇന്ന് ക്രിസ്തീയ ഗോളത്തിലെങ്ങും പ്രസംഗിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ പോലുള്ള ഒരു സഭയെ ദൈവം ഈ വിധത്തിൽ ആക്കി ആ സത്യങ്ങൾക്ക് വേണ്ടി നിർത്തിയിരിക്കുന്നത്. Not only that we can overcome sin, പാപത്തെ ജയിക്കുവാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, but to know God as our Father. ദൈവത്തെ ഒരു പിതാവായിട്ട് അറിയുക എന്നുള്ളത്. And I found in my personal experience that there was a difference between knowing Him personally as a father and knowing that I have a father. വ്യക്തിപരമായിട്ട് ദൈവത്തെ ഒരു പിതാവെന്ന് അറിയുന്നതും എനിക്കൊരു പിതാവുണ്ട് എന്ന് അറിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. See, many Christians, if you ask them, is God your father, they'll say yes. അനേക ക്രിസ്ത്യാനികളോടും ദൈവം നിങ്ങളുടെ പിതാവാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണ് എന്ന് അവർ പറയും. But it's like a child whose father is in some far country. എന്നാൽ വളരെ ദൂരെ ഉള്ള ഒരു ദേശത്ത് തൻ്റെ പിതാവായിരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ, and the child has never seen the father. ആ കുഞ്ഞ് ഒരിക്കലും ആ പിതാവിനെ കണ്ടിട്ടില്ല. Because the father is living in some country 10,000 kilometers away. ഏകദേശം 10,000 കിലോമീറ്റർ ദൂരെയുള്ള മറ്റൊരു രാജ്യത്താണ് ഒരുപക്ഷെ ആ കുഞ്ഞിന്റെ പിതാവ് ജീവിച്ചിരിക്കുന്നത്. The father sends letters and money and gifts and all that. ആ പിതാവ് അവർ തമ്മിൽ കണ്ടിട്ടില്ല എങ്കിലും ആ പിതാവ് പണം അയക്കുകയും കത്തയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. But the child doesn't know the father. പക്ഷേ ആ കുഞ്ഞ് ഇതുവരെ ആ പിതാവിനെ കണ്ടിട്ടില്ല. The experience of many Christians is exactly like that. അനേക ക്രിസ്ത്യാനികളുടെ അനുഭവം ഇങ്ങനെയാണ്. I have a father far away. എനിക്ക് ദൂരെ ഒരു പിതാവ് ഉണ്ട് എന്നുള്ള ഒരു അറിവുണ്ട്. He answers some prayers and he does some things for me.
അവൻ ചില പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നുണ്ട്, എനിക്ക് ചില വിടുതലുകൾ തരുന്നുണ്ട്. But to know him personally എന്നാൽ അവനെ വ്യക്തിപരമായിട്ട് അറിയുക is the privilege in the new covenant. എന്നാൽ പുതിയ നിയമത്തിന്റെ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പദവിയാണ് ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയുക എന്നുള്ളത്. The whole secret of Jesus' life was he lived before his father. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം തന്റെ പിതാവിന്റെ കണ്ണിന്റെ മുൻപിലാണ് യേശു ജീവിച്ചത്. And he knew that his father will never let him down. തന്റെ പിതാവ് തന്നെ ഒരിക്കലും ഏകനായി വിട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു യേശുവിന്റെ സാക്ഷ്യം. I love this one verse particularly. ഒരു വാക്ക് എനിക്ക് വളരെ ഇഷ്ടമാണ് പ്രത്യേകിച്ചും. Jesus said in John 16:32, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, an hour is coming and has already come when each of you will go to your own home and you leave me alone. യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ ഓരോരുത്തൻ താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു. But I am not alone. എന്നാൽ പിതാവ് എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല താനും. Because the Father is with me. കാര്യം പിതാവ് എന്നോട് കൂടെ ഉണ്ട്. Jesus had no fear even if everybody left him. മറ്റെല്ലാവരും തന്നെ ഉപേക്ഷിച്ച് പോയാലും യേശുവിന് ഒരു ഭയവുമില്ലായിരുന്നു. It doesn't matter. അത് യേശുവിന് ഒരു പ്രശ്നമല്ലായിരുന്നു. The Father is with me. പിതാവ് തന്നോട് കൂടെയുണ്ട്. See, so many Christians, they join a group if they think there are enough people in that group. അനേക ക്രിസ്ത്യാനികളും ഒരു സഭയിൽ ഒരു കൂട്ടത്തിൽ കൂടുന്നത് അവിടെ ഒത്തിരി പേരുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. When we started our work 40 years ago, there were only 4 people. ഞങ്ങൾ ഈ സഭയുടെ പ്രവർത്തനം തുടങ്ങിയ 40 വർഷം മുമ്പ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. It's not a big church to join. Nobody is interested in joining a church. മറ്റുള്ളവർക്ക് വന്ന് സംബന്ധിപ്പാൻ തക്കവണ്ണം താല്പര്യമുള്ള രീതിയിൽ ഒരു വലിയ കൂട്ടമൊന്നും ആയിരുന്നില്ല. But the important thing is not whether there are 4 people or 4,000 people. അതിൽ പ്രധാനപ്പെട്ട കാര്യം 4 പേരുണ്ടോ 4000 പേരുണ്ടോ എന്നുള്ളതല്ല. Is God there? ദൈവം അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. The mark of a New Testament church is that God is there in the meeting. ഒരു പുതിയ നിയമസഭയുടെ ഏറ്റവും വ്യക്തമായ അടയാളം ദൈവം അതിന്റെ മധ്യത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. In every meeting we must feel Jesus was there and he spoke to me. നമ്മൾ കൂടി വരുന്ന ഓരോ മീറ്റിംഗിലും യേശു അവിടെ ഉണ്ടായിരുന്നു, അവൻ എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിച്ചു എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. How do we know whether we actually know God as our personal father? എങ്ങനെയാണ് ദൈവത്തെ വ്യക്തിപരമായിട്ട് ഒരു പിതാവെന്ന നിലയിൽ നമുക്ക് അറിയാമോ ഇല്ലയോ എന്നറിയാം. Not a father who's far away who sends us gifts and sends us letters and all that. വളരെ ദൂരെ ഇരിക്കുന്ന ഒരു പിതാവ് നമുക്ക് സമ്മാനങ്ങളും പണവും കത്തും ഒക്കെ അയക്കുന്നത് പോലെയല്ല. A father who's near. നമ്മളോട് അടുത്തിരിക്കുന്ന ഒരു പിതാവ്. One way is this. അതിനൊരു മാർഗം ഇതാണ്, that there will be no anxiety or fear in our life. നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക ഉത്കണ്ഠയോ ഒരു ഭയമോ ഉണ്ടാവുകയില്ല. If in a time of trouble I'm anxious and I'm afraid. നമുക്ക് ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ നമുക്ക് ഉത്കണ്ഠ ഉണ്ടാവുകയോ നാം ഭയപ്പെടുകയോ ചെയ്യുന്നെങ്കിൽ, what will happen now? എന്തായി തീരും, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, what will happen tomorrow, next week? നാളെ എന്ത് സംഭവിക്കും, അടുത്ത ആഴ്ച എന്ത് സംഭവിക്കും? That shows us I don't know God as my father in that personal way. അത് വെളിവാക്കുന്നത് ദൈവത്തെ വ്യക്തിപരമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. When I'm discouraged, ഞാൻ നിരാശനാകുമ്പോൾ I'm showing that shows that I do not know God as my father. അതിന്റെ അർത്ഥം ഞാൻ ദൈവത്തെ വ്യക്തിപരമായി ഒരു പിതാവായിട്ട് അറിഞ്ഞിട്ടില്ല. I'm saying this from my own experience. ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. After being born again, I was so frequently discouraged. വീണ്ടും ജനിക്കപ്പെട്ടതിന് ശേഷവും ഞാൻ വളരെ നിരന്തരമായിട്ട് ഞാൻ പരാജയപ്പെട്ട അനുഭവമായിരുന്നു, നിരാശപ്പെടുന്ന അനുഭവം ഉണ്ടായിരുന്നു. How can you be discouraged and rejoice in the Lord always? ഞാൻ നിരുത്സാഹിയായിരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ദൈവത്തിൽ എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയുന്നത്? It's not possible. അത് സാധ്യമല്ല. So I knew something is missing in my life. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എന്തോ എനിക്ക് കാര്യമായി നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. You also probably experienced that. ഒരുപക്ഷെ നിങ്ങളും ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കാം. But I compared my experience with what I read in the Bible. ഞാൻ വേദപുസ്തകത്തിൽ വായിക്കുന്നതും എൻ്റെ അനുഭവവുമായിട്ട് ഞാനൊന്ന് താരതമ്യ പഠനം നടത്തി നോക്കി. Rejoice in the Lord always, and here I am frequently discouraged.
ക്രിസ്തുവിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീരെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ എപ്പോഴും നിരുത്സാഹപ്പെടുകയും നിരാശപ്പെടുകയും ചെയ്യുന്നു. I said, something is wrong. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തോ എവിടെയോ തകരാറുണ്ട്. Bible tells me to live here, but I'm living over here. ഒരു ഉന്നത നിലവാരത്തിൽ ജീവിക്കാൻ തക്കവണ്ണം വേദപുസ്തകം പറയുന്നു, പക്ഷേ എൻ്റെ ജീവിതം വളരെ പരാജയപ്പെട്ട അവസ്ഥയിലാണ്. And the testimony of men like Apostle Paul. അപ്പോസ്തലനായ പൗലോസിനെ പോലെയുള്ളവരുടെ സാക്ഷ്യങ്ങൾ. I said, Lord, is it possible for me to live like that? അപ്പോൾ ഞാൻ കർത്താവിനോട്, കർത്താവേ, ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്നത് സാധ്യമാണോ? Let me give you a little picture of how Paul lived. പൗലോസ് എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ചിത്രം നിങ്ങളെ കാണിക്കാൻ I can show you how Jesus lived, but you will say, but he was God, we cannot be like. ഒരുപക്ഷെ യേശു എങ്ങനെയാണ് ജീവിച്ചത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പറയും, ഓ യേശു ദൈവമായിരുന്നു, അതുകൊണ്ട് യേശുവിന് അത് സാധിക്കുമായിരുന്നു. He was a man. പക്ഷേ യേശു ലോകത്തിൽ ജീവിച്ച പൂർണ്ണ മനുഷ്യനായി കാണിച്ചു. Okay, let's not go there. Let's start with Paul. അതുകൊണ്ട് നമുക്ക് യേശുവിന്റെ അടുത്ത് ഇപ്പൊ പോകണ്ട, നമുക്ക് ആദ്യം പൗലോസിനെ നോക്കാം. I want to show you the life Paul lived, which is much higher than the Old Testament saints and prophets. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെക്കാട്ടിലും വിശുദ്ധന്മാരെക്കാട്ടിലും ഒക്കെ വളരെ ഉന്നതമായ നിലവാരത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് പൗലോസ് ജീവിച്ചത്. For example, in Romans, റോമാലേഖനം ഉദാഹരണത്തിന് he says, പൗലോസ് പറയുന്നു, in Romans 8, അതിന്റെ 8-ാം അധ്യായം verse 31, അതിന്റെ 31-ാം വാക്യം, what shall we say to these things? ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? That means from chapter 1 to chapter 8 he is describing the gospel. റോമാലേഖനം 1-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ സുവിശേഷമാണ് പൗലോസ് പ്രതിപാദിക്കുന്നത്. In verse 8:28 he says God is making everything work for our good. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് അതിന്റെ 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. Good is verse 29 that he's going to make us like Jesus. അതിന്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ അവൻ യേശുവിനെ പോലെ നമ്മളെ ആക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. That is the end of the gospel. അതാണ് സുവിശേഷത്തിന്റെ അവസാനം. So Romans chapter 1 to chapter 8 is a perfect description of the gospel. It ends with our becoming like Jesus. അതെ, സുവിശേഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ, റോമാലേഖനം 1 മുതൽ 8-ാം അധ്യായം വരെ അതാണ് നാം കാണുന്നത്. 8-ാം അധ്യായത്തിൽ നാം യേശുവിനെ പോലെ ആയി തീരുമ്പോൾ സുവിശേഷം അവസാനിക്കുകയാണ്. So if there is such a wonderful gospel, ഇത്ര മനോഹരമായ ഒരു സുവിശേഷം ഉണ്ടെങ്കിൽ every single thing that happens in my life is going to work for my good. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് കൂടിയാണ് വ്യാപരിക്കുന്നത്. What a blessed man I am. അങ്ങനെയെങ്കിൽ ഞാൻ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു The വ്യക്തിയാണ്. world is full of people who are afraid something bad will happen to me. ലോകത്തിലുള്ള ഒരു ആൾക്കാർ മുഴുവനും എനിക്ക് എന്തോ ദോഷമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് ഭയപ്പെട്ടിരിക്കുമ്പോൾ, Something bad may happen to me next month, next year, I don't know. ഈ ദോഷം എനിക്ക് സംഭവിച്ചാൽ അടുത്ത വർഷവും എന്തായി തീരുമെന്നുള്ള ആകാംക്ഷയാണ്. In the midst of such a world, I can stand up and say, nothing bad is going to happen to me. അങ്ങനെയുള്ള ലോകത്തിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ തിന്മയായിട്ടൊന്നും ഭവിക്കുകയില്ല. Not tomorrow, നാളെ അല്ല, not next year, അടുത്ത വർഷമെന്നല്ല, not 20 years from now if I'm living then. ഞാൻ ജീവിച്ചിരിക്കുകയാണ് ഇവിടുന്ന് 20 വർഷം കഴിഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നന്മ തന്നെയായി തീരും. Because Romans 8:28 says that. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം അങ്ങനെയാണ് എന്നോട് പറയുന്നത്. I proved it for 50 years and I can ready to prove it for the next 20 years also. കഴിഞ്ഞ 50 വർഷമായിട്ട് ഞാൻ തെളിയിച്ചതാണ്. ഇനിയും വരുന്ന 20 വർഷം കൂടെ എനിക്കത് തെളിയിക്കുവാൻ കഴിയും. Or till the end of my life. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ അവസാനം വരെ എനിക്കത് പറയുവാൻ കഴിയും. I'm sure of it. എനിക്ക് അതിനെക്കുറിച്ച് ഒരു പൂർണ്ണ നിശ്ചയമുണ്ട്. If everything is happening for my good, I should be a very happy man. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കാണെങ്കിൽ ഞാൻ ഏറ്റവും സന്തുഷ്ടനായ വ്യക്തിയായിരിക്കും. Why is it Christians are not so happy? എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇത്ര സന്തുഷ്ടരല്ലാത്തത്? Why is so much fear? What will happen? What will happen? എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ച് ഇത്ര ഉത്കണ്ഠ എന്താണ്? They don't know God is a father close by. ദൈവം പിതാവായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തിപരമായിട്ട് അവർ അറിയാത്തത് കൊണ്ടാണ്. You know, they say one of the reasons why orphans grow up very insecure. സുരക്ഷിത ബോധമില്ലാതെ ഈ അനാഥര് വളർന്നു വരുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? In an orphanage, you can give an orphan food, clothing, everything, but they are still insecure. ഒരു അനാഥ മന്ദിരത്തിൽ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ വസ്ത്രം കൊടുക്കുന്നു, ആഹാരം കൊടുക്കുന്നു, അവരെ പഠിപ്പിക്കുന്നു, എന്തൊക്കെ ചെയ്താലും അവർക്കൊരു സുരക്ഷിത ബോധമില്ല. The orphan from childhood has not experienced a mother or father hugging it and kissing it. കാരണം ഒരു അനാഥ ശിശുവിനെ സംബന്ധിച്ച് ചെറുപ്പം മുതൽ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹം അവരെ ആലിംഗനം ചെയ്യുന്ന ആ അനുഭവം അവർ അനുഭവിച്ചിട്ടില്ല. It's very important to hug our children and നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ആലിംഗനം ചെയ്യുക, അവരെ സ്നേഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. That is what we need to experience spiritually also. ആത്മീയമായിട്ടും നാമും ഇങ്ങനെ ഒരു കാര്യമാണ് അനുഭവിച്ചത്. My heavenly Father
hugging me എന്റെ സ്വർഗീയ പിതാവ് എന്നെ ആലിംഗനം ചെയ്യുന്നു and telling me that I am his precious possession. എന്നോട് പറയുകയാണ് നീ എന്റെ ഏറ്റവും വലിയ സമ്പത്താണ് മോനെ എന്ന് എന്നോട് ദൈവം Otherwise, I'll live like an orphan. അല്ലെങ്കിൽ ഞാനും ഒരു അനാഥനെ പോലെ ജീവിക്കേണ്ട ആവശ്യം വരും. So Paul says, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്. what shall we say, verse 31? അതിന്റെ 31-ാം വാക്യം. What shall we say to these things, to this wonderful gospel? ഇത് സംബന്ധിച്ച് നാം എന്താണ് പറയേണ്ടത്? ഈ മനോഹരമായ സുവിശേഷത്തെ സംബന്ധിച്ച്. If God be for us, who can be against us? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? Can you say that? നമുക്ക് അങ്ങനെ പറയുവാൻ കഴിയുമോ? If you have really understood and experienced the gospel, നിങ്ങൾ ശരിക്കും ഈ സുവിശേഷം മനസ്സിലാക്കുകയും അത് അനുഭവിക്കുകയും ചെയ്തെങ്കിൽ you have such a triumphant attitude towards the world. ലോകത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ഇത്ര ഒരു ജയകരമായ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. Towards your enemies, നിങ്ങളുടെ ശത്രുക്കളെ സംബന്ധിച്ച്, towards people who threaten you or try to harm you. നിങ്ങളെ ഉപദ്രവിക്കുവാനോ നിങ്ങളെ ഭീഷണിപ്പെടുത്തുവാനോ ശ്രമിക്കുന്ന ആൾക്കാരോടുള്ള ബന്ധത്തിൽ, If God is for me, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ who is going to be against me? എനിക്ക് പ്രതികൂലമായിരിക്കാൻ ആർക്കാണ് കഴിയുക? In the 50 years in which I have served the Lord, ഞാൻ കർത്താവിനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കഴിഞ്ഞ 50 വർഷക്കാലത്തെ ജീവിതത്തിൽ you can be sure that I have been a target of Satan. നിങ്ങൾക്ക് ശരിക്കും അറിയാൻ കഴിയും. കാര്യം പിശാചിന്റെ ഏറ്റവും വലിയൊരു നോട്ടപ്പുള്ളിയായിരുന്നു ഞാൻ. Not only me, my family. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബവും. 50 years 50 വർഷം I've been a target of Satan. അതെ, പിശാച് എന്നെ നോട്ടം വെച്ചിരിക്കുകയായിരുന്നു. And I've been married 47 years and family has been a target of Satan. കഴിഞ്ഞ 47 വർഷമായി ഞാൻ വിവാഹിതനായിട്ട് എൻ്റെ കുടുംബവും പിശാചിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. What is my testimony? എൻ്റെ സാക്ഷ്യം എന്താണ്? God has been for me. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ Let there be billions of demons against me. It makes no difference. എത്ര ലക്ഷക്കണക്കിന് പിശാചുക്കൾ എൻ്റെ നേരെ വന്നാലും, Do you have a father who is almighty, all powerful, who can do anything? അതെ, നിങ്ങൾക്ക് സർവശക്തനായ ഒരു ദൈവം പിതാവായിട്ടുണ്ട്, എന്തും ചെയ്യുവാൻ കഴിയുന്ന ഒരു പിതാവ്, Who can solve any problem in your life? നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നവും പരിഹരിക്കാൻ കഴിവുള്ള ഒരുവൻ. I often say that the fact all the miracles Jesus did are to prove that he can solve every problem. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടിയാണ്. ദൈവത്താൽ എല്ലാം സാധ്യമാണ് എന്നുള്ള കാര്യം തെളിയിക്കാനാണ്. He turned water into wine when there was not enough wine in the wedding. കാനായിലെ കല്യാണത്തിന് അവിടെ വീഞ്ഞ് തികയാതെ വന്നപ്പോൾ വെള്ളം വീഞ്ഞാക്കി. When there was not enough food, he multiplied 5 loaves and fed 5,000 people. പുരുഷാരത്തിന് കൊടുക്കുവാൻ ആഹാരമില്ലാതെ വന്നപ്പോൾ 5 അപ്പം വർദ്ധിപ്പിച്ച് 5,000 പേരെ പോഷിപ്പിച്ചു. And so many solutions like that. There was a storm and the ship was going to drown, he stilled the storm. വലിയ കൊടുങ്കാറ്റിൽ നിന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി കപ്പലിൽ യാത്ര ചെയ്തവരെ രക്ഷിച്ചു. What is the overall message in all these miracles? ഈ അത്ഭുതവും അടയാളങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ്? Listen to this. ഇത് മനസ്സിലാക്കാം. There is no problem God cannot solve. ദൈവത്തിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും. God can solve every problem. ദൈവത്തിന് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ കഴിയും. So many people came to Jesus with problems. അനേകര് വലിയ പ്രശ്നങ്ങളുമായിട്ട് യേശുവിന്റെ അടുത്ത് വന്നു. Do you ever find Jesus scratching his head and say, I don't know how to solve that one? അതിൽ ആരോടെങ്കിലും തല ചൊറിഞ്ഞുകൊണ്ട് ഇത് എങ്ങനെയാ പരിഹരിക്കുന്നത് എനിക്ക് അറിയില്ല എന്ന് യേശു പറഞ്ഞതായിട്ട് നിങ്ങൾ Even once? ഒരിക്കലെങ്കിലും? Anywhere? എവിടെയെങ്കിലും? No. ഒരിക്കലുമില്ല. And the Bible says he is the same yesterday, today and forever. അതെ, വേദപുസ്തകം പറയുന്നു അവൻ ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ്. So you come to him with your problem today. ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വരും. You think Jesus is going to scratch his head and say no? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ യേശു തല ചൊറിഞ്ഞുകൊണ്ട് പറയുകയാണ്, I don't know what to do for you, it is very tough. എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, എനിക്കിത് ബുദ്ധിമുട്ടാണെന്ന് പറയുമെന്ന് വിചാരിക്കും. But that is how many Christians live. പക്ഷെ അനേക ക്രിസ്ത്യാനികളും ജീവിക്കുന്നത് അങ്ങനെയാണ്. As if there's some big problem Jesus cannot handle. ഈ ചില പ്രശ്നങ്ങൾ യേശുവിന് പരിഹരിക്കാൻ പറ്റാത്തതാണ് എന്ന്. Sometimes I'll tell you, you need to just look up into the skies at night and see what a big universe this is. ചില സമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്നത് വെളിയിലിറങ്ങി ആകാശത്തിലേക്കൊന്ന് നോക്കണം. ഈ അണ്ടകടാകം, ഈ യൂണിവേഴ്സ് എത്ര വലുതാണ്. In this huge universe, earth is like a small speck of ഈ sand. വലിയ ഈ അണ്ടകടാകത്തിൽ ഈ ഭൂമി എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു പൊട്ടുപോലെയാണ്.
like a sand particle. ഒരു മണൽത്തരിയുടെ വലിപ്പം പോലും ഇല്ല. The whole earth is like that. മുഴുവൻ ഭൂമിയും അത്രയേ ഉള്ളൂ. And this one who runs this universe is your Father. എന്നാൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് പരിപാലിക്കുന്നത് നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ പിതാവാണ്. On this speck of sand you are there. ഈ ചെറിയ മണൽത്തരി പോലെയുള്ള ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും. And you got a big problem which this father നിങ്ങളുടെ പ്രശ്നം വലുതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, which your father cannot handle. നിങ്ങളുടെ പിതാവിന് പരിഹരിക്കാൻ പറ്റാത്ത foolishness. അത് മഠയത്തരമല്ലേ? I sometimes seen this picture in my mind. എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ഒരു ചിത്രം കാണാറുണ്ട്. These small brown ants, you know, we have them in all our houses in India. ഈ ചെറിയ ഈ ചോനൽ ഉറുമ്പുകൾ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കാണും. Sometimes you see them in a line going. അവര് വളരെ ഒരു ലൈനായിട്ട് അവരിങ്ങനെ പോകുന്നത് നമുക്ക് കാണാം. And I picture one ant carrying 1 grain of rice. അതില് ചില ഒരു ഉറുമ്പ് ഒരു അരിമണി ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്നു, ഒരു കൊച്ചു അരിമണി ചുമന്നുകൊണ്ട് പോകുന്നു to its hole there. അത് ഇവിടെ നിന്ന് അതിന്റെ മാളത്തിലേക്ക് അത് ഇങ്ങനെ ചുമന്നുകൊണ്ട് പോവുകയാണ്. Speak to me. If that ant could speak to me. ആ ഉറുമ്പിന് എന്നോട് ഇങ്ങനെ സംസാരിക്കുവാൻ കഴിയുമെങ്കിൽ, see brother Zach, can you help me? സഹോദരൻ സാഖെ എന്നെ ഒന്ന് സഹായിക്കാമോ? ഈ ഉറുമ്പ് എനിക്ക് ഈ അരി എനിക്ക് വലിയ ഭാരമാണ്. Very heavy, this 1 grain of rice. ഈ ഒരു അരിമണി എന്ന് പറയുന്നത് എനിക്ക് വലിയ ഭാരമാണ്. And long 2 meters I have to trek it to my. ഈ വലിയ ദീർഘദൂരമായ 2 മീറ്റർ എനിക്ക് ഇത് കൊണ്ടെത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. I say sure. അപ്പം ഞാൻ പറയാം തീർച്ചയായിട്ടും. It's heavy brother Zach. This is 1 rice, is not lightweight. ഇതൊരു ഭയങ്കര ഭാരമുള്ള സാധനമാണ് ബ്രദർ സാഖെ. ഇത് ഒരു അരിമണിയാണ്. It is heavy for that ant. ആ ഉറുമ്പിന് അതൊരു വലിയ ഭാരമുള്ള കാര്യമാണ്. But not for me. പക്ഷെ എനിക്കതൊരു വിഷയമല്ല. And I picture this is how sometimes I take my problems to God. ഇങ്ങനെയാണ് ചിലപ്പോൾ എന്റെ വലിയ പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ഞാൻ വിചാരിക്കും, Lord, this 1 grain of rice, can you please help me? അതാവേ ഈ അരിമണിയും കൊണ്ട് ഞാൻ വരുന്നു, എന്നെ സഹായിക്കണമേ. It's like a joke, as if God cannot solve it. ദൈവത്തിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു You think of the biggest problem you face. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുക. It's like that grain of rice. ഈ ഒരു അരിമണി നിങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്ന ഉറുമ്പിന്റെ പ്രശ്നം പോലെയാണ്. You think I can't handle it? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നമുക്കത് പരിഹരിക്കാൻ പറ്റില്ല? What is the problem for a man to carry 1 grain of rice? നമുക്ക് ഒരു അരിമണി പോകുന്ന വലിയ വിഷയമുള്ള കാര്യമാണ്. It's like that for God to solve your biggest problem. നമ്മുടെ ജീവിതത്തിന്റെ എത്ര വലിയ പ്രശ്നങ്ങൾ പോലും ദൈവത്തിന് പരിഹരിക്കാൻ അത്രേ പറ്റുള്ളൂ. You know why your problem is not solved? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടാത്തതെന്ന് അറിയാമോ? I will show you a verse. ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. Don't forget it for the rest of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ നിങ്ങൾ ഈ വാക്യം മറക്കരുത്. James chapter 1. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം verse 6 and 6-ാം വാക്യം and 7. 6-7. Let him ask in faith without doubting at all. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. But if he doubts, സംശയിക്കുന്നുവെങ്കിൽ, verse 7, let not that man expect that he will receive anything from the Lord. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. സംശയിക്കുന്നെങ്കിൽ you come to God with your problem. നിങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ദൈവസന്നിധിയിലേക്ക് വരുന്നു. It may be like this ant carrying 1 grain of rice. ഈ ഒരു അരിമണിയുമായിട്ട് ഒരു ഉറുമ്പ് വരുന്നത് പോലെ. And you say, Lord, I'm not sure whether you can handle this. നിങ്ങൾ കർത്താവിനോട് പറയാം, കർത്താവേ ഇത് നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. I can tell you he will not handle it. അങ്ങനെ ഒരു സംശയത്തോടാണ് വരുന്നതെങ്കിൽ കർത്താവ് അത് പരിഹരിക്കുകയില്ല. I can give it to you in writing. Your problem will not be solved in the next 50 years. ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം, അടുത്ത 50 വർഷത്തേക്ക് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. Not because God cannot solve it. ദൈവത്തിന് അത് പരിഹരിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, but because you doubt him. Because നിങ്ങൾ ദൈവത്തിന്റെ ശക്തിയെ സംശയിക്കുന്നതുകൊണ്ട്. In the 4 gospels, 4 സുവിശേഷങ്ങളിലും, do you know the saddest sentence? അതിലെ ഏറ്റവും സങ്കടമുളവാക്കുന്ന വാക്യം ഏതാണെന്ന് അറിയാം? There is one sentence in the 4 gospels which I call the saddest sentence in all the gospels. ഈ 4 സുവിശേഷങ്ങളിൽ ഏറ്റവും സങ്കടം ഉളവാക്കുന്ന ഒരു വാക്യമുണ്ട്. It's not the crucifixion of Jesus. അത് യേശുവിന്റെ ക്രൂശീകരണമൊന്നുമല്ല. That was a triumphant victory, not a defeat. അത് ഒരിക്കലും ഒരു പരാജയമായിരുന്നില്ല, അതൊരു വിജയഭേരിയായിരുന്നു. But here is the saddest verse. Matthew 13. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം
verse 58. അതിന്റെ 58-ാമത്തെ വാക്യം. And Jesus did not do many miracles there because of their unbelief. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല. Why he did not do? എന്തുകൊണ്ടാണ് യേശുവിന് വീര്യപ്രവൃത്തി ചെയ്യാൻ Let കഴിയാഞ്ഞത്? me ask a few questions. ഇവിടെ ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. Did they need a miracle? അവർക്ക് ഒരു വീര്യപ്രവൃത്തി ആവശ്യമായിരുന്നു? Yes. തീർച്ചയായിട്ടും. Could Jesus do that miracle? യേശുക്രിസ്തുവിന് അത് ചെയ്യാൻ കഴിയുമായിരുന്നോ? Yes. തീർച്ചയായിട്ടും. So they needed a miracle and Jesus could do that miracle. അവർക്ക് ഒരു വീര്യപ്രവൃത്തി അത്ഭുതങ്ങൾ ആവശ്യമായിരുന്നു. യേശുവിന് അത് ചെയ്യുവാൻ But കഴിയുമായിരുന്നു. he did not do it. എന്തുകൊണ്ടാണ് യേശു അത് ചെയ്യാഞ്ഞത്? Do you need a miracle in some situation in your life today? നിങ്ങളുടെ ജീവിതത്തിന്റെ ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്കൊരു അത്ഭുതം ആവശ്യമാണോ? Yes. Yes. തീർച്ചയായിട്ടും. Can Jesus do that for you? യേശുവിന് അത് ചെയ്യുവാൻ കഴിയുമോ? Yes. തീർച്ചയായിട്ടും. But he doesn't do it. എന്നാൽ യേശു എന്താണ് ചെയ്യാത്തത്? അവിശ്വാസം. That's all. That is the saddest sentence in the whole Gospels. ഈ 4 സുവിശേഷങ്ങളിലും ഏറ്റവും ദുഃഖമുളവാക്കുന്ന ഒരു Here it says he did not do it. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വീര്യപ്രവൃത്തി ചെയ്തില്ല എന്ന് നാം ഇവിടെ വായിക്കും. In Mark 6 verse 5, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം it says he could not do it. യേശുവിന് ചെയ്യുവാൻ സാധിച്ചില്ല എന്ന് നാം വായിക്കുന്നു. Why he couldn't do it? എന്തുകൊണ്ടാണ് യേശുവിന് ചെയ്യാൻ Is there സാധിക്കാത്തത്? anything Jesus cannot do? യേശുവിന് ചെയ്യാൻ കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? Yeah, he cannot do something here. ഇവിടെ ചിലത് യേശുവിന് ചെയ്യാൻ കഴിഞ്ഞില്ല. Because of their unbelief. അവരുടെ അവിശ്വാസം കാരണമായിട്ട്. Verse 6, he wondered at their unbelief. അവരുടെ അവിശ്വാസം നിമിത്തമായി അവൻ ആശ്ചര്യപ്പെട്ടു എന്നാണ് അവിടെ വായിക്കുന്നത്. So remember this. ഇത് ഓർക്കുക. There is one thing that can tie the hands of Jesus that he cannot do something for you. അതെ, നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ വണ്ണം യേശുവിന്റെ കരങ്ങളെ ബന്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. Your unbelief. അത് നമ്മുടെ അവിശ്വാസമാണ്. What did we read in James 1? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നാം എന്താണ് വായിക്കുന്നത്? Let not that man think he will get anything from the Lord. അങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുമെന്ന് ധരിക്കരുത്. Now think when you stand before the Lord one day. ഒരു ദിവസം നാം കർത്താവിന് മുമ്പിൽ നിൽക്കുന്ന ആ ദിവസത്തെ മനസ്സിലൊന്ന് ചിന്തിച്ച് And നോക്കുക. you discover the numerous problems in your life that could have been solved if you had believed. നിങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പരിഹരിക്കപ്പെടാൻ കഴിയാമായിരുന്ന അനേക കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അവിടെ ഒരു ലിസ്റ്റ് നോക്കുക. And you say, Lord, you mean you wanted to do all this for me? അപ്പോഴാണ് നിങ്ങൾ ആശ്ചര്യം, ദൈവമേ ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ നീ ആഗ്രഹിച്ചിരുന്നു. Says, yes, my son, my daughter, I wanted to do it for you. യേശു പറയും, അതെ എന്റെ മോനെ, എന്റെ മോളെ, നിന്റെ ജീവിതത്തിൽ ഇതൊക്കെ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. Then Lord, why did I live such a miserable life? കർത്താവേ, അങ്ങനെയെങ്കിൽ ഇത്ര പരിതാപകരമായ ഒരു ക്രിസ്തീയ ജീവിതം എന്തിനാണ് എനിക്ക് നയിക്കേണ്ടി വന്നത്? You would not trust me. അപ്പോൾ യേശു പറഞ്ഞു, നീ എന്നെ വിശ്വസിച്ചില്ല. You thought I was a helpless person. നീ വിചാരിച്ചു ഞാൻ സഹായിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ്. You thought the devil does cause so much problem in your life and I cannot solve those problems. നിങ്ങൾ വിചാരിച്ചു എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അത്ര വലിയ സങ്കീർണമാണ്, അതൊന്നും എനിക്ക് പരിഹരിക്കാൻ കഴിയില്ല എന്ന്. How sad we will feel in that day. ആ ദിവസം നാം എത്ര സങ്കടകരമായിരിക്കും നമുക്ക് അന്നുണ്ടാകുന്ന ആ ഫീലിംഗ്. I said, Lord, many years I have lived like that. ഞാൻ കർത്താവിനോട്, കർത്താവേ, കഴിഞ്ഞ അനേക വർഷങ്ങൾ ഞാൻ അങ്ങനെ many things I did not experience because of my unbelief. എന്റെ അവിശ്വാസം കാരണമായിട്ട് അനേക കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. A time came in my life said, no more. എന്നാൽ എന്റെ ജീവിതത്തിൽ ഒരു കാര്യം വന്നു. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇനിയും അങ്ങനെയില്ല. From now on, ഇന്നു മുതൽ if you don't do something for me, it is because it is not your will. നീ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്നില്ല എങ്കിൽ അത് നിന്റെ ഹിതമായിരിക്കും. Yeah, sometimes it is not God's will, then he doesn't do it, that is okay. ചിലപ്പം ദൈവത്തിന്റെ ഹിതമല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചാലും ദൈവം ചെയ്തെന്ന് വരില്ല. But not because of my unbelief. പക്ഷേ എന്റെ അവിശ്വാസ നിമിത്തമല്ലത്. So now I'm not talking about what we hear many preachers preach today, covetous desires to ask God for a big car or a big house and things like that. ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെ മോഹിച്ചിട്ട് ദൈവത്തോട് ചോദിക്കുക എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന അനേക പ്രാസംഗികരുന്നുണ്ട്. അവരെ ആ കാര്യങ്ങളല്ല ഞാൻ പ്രസംഗിക്കുന്നത്.
So I'm talking about situations where it is God's will for you to have something, but you don't get it. ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവം ആഗ്രഹിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വേണമെന്ന്, പക്ഷെ നിങ്ങൾക്ക് അത് സാധിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല. You know, for example, I believed with all my heart that God wanted me to have complete control over my tongue. ഒരു കാര്യം, എൻ്റെ നാവിനെ നിയന്ത്രിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ പൂർണ്ണമായും നാവിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനായി തീരണമെന്നാണ്. You all know the Bible. നിങ്ങൾക്കെല്ലാം വേദപുസ്തകം അറിയാം. On the day of Pentecost, പെന്തക്കോസ്ത് ദിവസത്തിൽ when they were filled with the Holy Spirit, അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ, first of all, there was a mighty rushing wind that went through the room. അന്ന് ഒരു വലിയ കൊടുങ്കാറ്റ് അടിച്ചു ആ മുറിയിൽ എന്നാണ് നാം വായിക്കുന്നത്. You remember that? നിങ്ങൾ അറിയാമോ, അത് ഓർക്കുന്നുണ്ടോ? Yes or no? Yes. What is the next thing that happened? അതിനോട് ചേർന്ന് അടുത്തതായി സംഭവിച്ച കാര്യം എന്താണ്? അഗ്നിനാവ്, Tongue of fire. അതെ, തീനാളങ്ങൾ പോലെയുള്ള നാവുകൾ, നാവിന്റെ രൂപത്തിൽ തീനാളങ്ങൾ. After that only they spoke in tongues. അതിനുശേഷമാണ് അവര് അന്യഭാഷകളിൽ സംസാരിച്ചത്. So I say this tongue of fire, what does that symbolize? നാവ് പോലെയുള്ള തീനാളങ്ങൾ. God was saying, from now on, I'm going to use the tongue as the most important member in your body. കർത്താവ് പറയുവാൻ ആഗ്രഹിച്ച ഇതാണ്, ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായി നാവിനെയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. I'm going to make your tongue on fire with the fire of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഗ്നി കൊണ്ട് നിങ്ങളുടെ നാവിനെ ഒരു അഗ്നിരൂപമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And that is the symbol of that. അതാണ് അതിന്റെ അടയാളം. And that means not only when you're preaching, നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല, all the time. എപ്പോഴും. And I said, Lord, I want that. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്കത് വേണം. I want a tongue which is on fire with the fire of the Holy Spirit. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറഞ്ഞ ഒരു അഗ്നിയായ ഒരു നാവ് എനിക്ക് വേണം. A tongue which is always under the control of the Holy Spirit, 24 hours. എപ്പോഴും ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു നാവ്. That means it will never speak a rude word to anybody. അതിന്റെ അർത്ഥം മറ്റ് ആരോടും വളരെ കഠിനമായ ഒരു വാക്ക് സംസാരിക്കാത്ത നാവ്. That never I will speak a rude word to my wife or my brothers or anyone. കഠിനമായ ഒരു വാക്ക് മറ്റാരോടും സംസാരിക്കാത്ത ഒരു നാവ്, എന്റെ ഭാര്യയോടാകട്ടെ മറ്റാരോടെങ്കിലും ആകട്ടെ. Brother, kadinam may not be the right. Kadinam means a strong word. I always speak strong words. ക്രൂരമായ, പരുഷമായ, something that hurts people. അതെ, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വിധത്തിലുള്ള വാക്കുകൾ. No, we don't speak such words. അങ്ങനെ ഉള്ള വാക്കുകൾ and no angry words. കോപമുള്ള ഒരു വാക്കും നമ്മുടെ വായിൽ. No bitter words. കയ്പുള്ള ഒരു വാക്കും പറയാതെ. No unclean words. അശുദ്ധമായ ഒരു വാക്കും പറയാതെ. Pure, a tongue that is ശുദ്ധമായ വാക്കുകൾ മാത്രം പറയുന്ന ഒരു നാവ്. Fire and a tongue under the control of the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു നാവ്. അങ്ങനെ truthful words, no lies. സത്യസന്ധമായ വാക്കുകൾ മാത്രം പറയുന്ന നാവ്. Do you want a tongue like that? അങ്ങനെ ഒരു നാവ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? All the time. എപ്പോഴും. Always kind words to your wife and husband. All the time. എപ്പോഴും ദയയും സൗമ്യതയുമുള്ള വാക്കുകൾ മാത്രം നിങ്ങളുടെ ഭാര്യയോടും. Always speaking respectfully, not only to older people but even to younger people. നമ്മളെക്കാൾ മുതിർന്നവരോട് മാത്രമല്ല, നമ്മളെക്കാൾ ഇളയവരോട് പോലും ബഹുമാനപൂർവ്വം സംസാരിക്കുന്ന സൗമ്യതയുള്ള ഒരു നാവ്. You know, when we started our churches in Kerala, കേരളത്തിൽ നമ്മുടെ സഭ നമ്മൾ സ്ഥാപിച്ചപ്പോൾ, I said you must stop calling your wife Eddie. ഞാൻ ഇങ്ങനെ അവരോട് പറഞ്ഞു, അവിടുത്തെ സഹോദരന്മാരോട്, നിങ്ങളുടെ ഭാര്യമാരെ എടി എന്ന് വിളിക്കുന്നത് നിങ്ങൾ. Very common habit in Kerala. കേരളത്തിലെ ഒരു സാധാരണ സ്വഭാവമാണ് ഭർത്താക്കന്മാർ ഭാര്യമാരെ എടി എന്ന് വിളിക്കുന്നത്. So I told one brother, said, Brother Zach, that is an expression of my love. I call her Eddie. അപ്പോൾ ഒരു സഹോദരനോട് പറഞ്ഞു, സാക്കെ, അത് ഞാൻ എൻ്റെ അവളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എടി എന്ന് വിളിക്കുന്നത്. I said, why don't you let her also love you and call you Eda? അങ്ങനെയുള്ളപ്പം അവളെ എന്തുകൊണ്ടാണ് നീ അനുവദിക്കാത്തത്? നിന്നെ സ്നേഹിച്ച് നിന്നെ എടാന്ന് വിളിക്കാൻ അനുവദിക്കാത്തത്? You don't want her to love you?
അവളും നിന്നെ സ്നേഹിക്കുവാൻ ഇടയാകട്ടെ. I said, don't deceive yourself. നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. It's not a respectful word. അത് ബഹുമാനമുള്ള ഒരു വാക്കല്ല. Call her by her name or some affectionate word. അവളുടെ പേര് വെച്ചോ അല്ലോ അതിലും ഏറ്റവും സ്നേഹനിർഭരമായ ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചോ. I said, you must not even call your little boy a girl Eda Edi. അതിന്റെ ചെറിയ മോനെയോ മോളെയോ പോലും എടാ എടി എന്ന് നിങ്ങൾ Call her Mone Mole. അവരെ മോനെ മോളെ അങ്ങനെ വിളിക്കുക. I never speak with Eda Edi even to a little child. എന്റെ ഒരു കുഞ്ഞിനോട് പോലും ഞാൻ എടാ എടി എന്ന് വിളിക്കാറില്ല. Because my tongue is on the fire of the Holy Spirit. എന്റെ നാവ് പരിശുദ്ധാത്മാവിനാൽ And it teaches me to speak respectfully to older people and even to little children. അതെ, മുതിർന്നവരോട് മാത്രമല്ല ഇളയവരോട് പോലും ബഹുമാനപൂർവ്വം സംസാരിക്കാൻ. If you allow the Holy Spirit to control your tongue in your ordinary speech in your house, അതെ, നിങ്ങളുടെ സാധാരണ സംഭാഷണങ്ങളിൽ നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുവദിക്കുന്നെങ്കിൽ, then he will control it when you preach the word of God. അപ്പോൾ നിങ്ങൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ നാവിനെ ദൈവവും നിയന്ത്രിക്കും. So many people when they preach they say, oh God, please control, give me the words to speak. അനേകര് പ്രസംഗിക്കാൻ വരുമ്പോൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ പ്രാർത്ഥിക്കാൻ എനിക്ക് വചനം തരണമേ, he will not give you, നാവിനെ ശുദ്ധീകരിക്കണമേ. he will not control your words in the pulpit when you speak if you are not allowing him to control it in your home to your wife and children. നിന്റെ ഭവനത്തില് നിന്റെ ഭാര്യയോടും നിന്റെ മക്കളോടും ഒക്കെ സ്നേഹപൂർവ്വം സൗമ്യതയോടെ സംസാരിക്കുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ പുൽപ്പിറ്റിൽ വന്ന് നിൽക്കുമ്പോൾ മാത്രം പരിശുദ്ധാത്മാവ് നിന്റെ നാവിനെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം അത് ചെയ്യില്ല. I can't give my tongue to the devil at home and ask God to use it when I am speaking for him. Okay, വീട്ടിൽ വെച്ച് പിശാചിന് എന്റെ നാവ് കൊടുത്തിട്ട് സഭയിൽ വന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവം എന്റെ നാവ് എടുത്ത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. What the Lord said to me is, if you allow me to control your tongue every day, I will control it when you speak in the pulpit also. എന്നോട് ദൈവം പറഞ്ഞു ഇതാണ്, എല്ലാ ദിവസവും നിന്റെ നാവിനെ നിയന്ത്രിക്കുവാൻ നീ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നീ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നിന്റെ നാവിനെ ഞാൻ കൺട്രോൾ ചെയ്യും. When I hear so many preachers who preach such boring messages, അനേക പ്രാസംഗികരും ഇങ്ങനെ നമ്മളെ മുഷിപ്പിക്കുന്ന പ്രസംഗങ്ങൾ പ്രസംഗിക്കുമ്പോൾ, I know there are only two reasons for it. അതിന്റെ പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ്. One, that man has not given his tongue to the Holy Spirit 24 hours at home. ഒരു കാരണം 24 മണിക്കൂറും പരിശുദ്ധാത്മാവിന് തന്റെ നാവിനെ അവന് ഭവനത്തിൽ. That is why the Holy Spirit is not using it now. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അത് ഇപ്പോൾ. And secondly, രണ്ടാമതായിട്ട് that man is unfaithful with money. രണ്ടാമത്തെ കാര്യം, മനുഷ്യൻ പണം കൈകാര്യം ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിൽ അവന് വിശ്വസ്തനല്ല. Because Jesus said, if you are not faithful with money, who will give to you the true riches? കർത്താവ് പറഞ്ഞു, ഈ അനീതിയുള്ള മാമോനിൽ നിങ്ങൾ വിശ്വസ്തരായില്ലെങ്കിൽ സത്യമായത് നിങ്ങളെ ആര് ഫലമേൽപ്പിക്കും. So my brothers and sisters, I want to tell you that we have missed a lot in our Christian life because we have not understood the new covenant. പുതിയ നിയമത്തിന്റെ യഥാർത്ഥ സത്യങ്ങൾ നാം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അനേക കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. For example, ഉദാഹരണത്തിന്, do you sisters know that in the new covenant you are supposed to prophesy? സഹോദരിമാരെ, നിങ്ങൾക്കറിയാമോ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ പ്രകാരം നിങ്ങൾ പ്രവചിക്കുവാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട്? Do you brothers know that? സഹോദരന്മാരെ, നിങ്ങൾക്കറിയാമോ? Let me read to you Acts chapter 2 അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം and verse 17. അതിന്റെ 17-ാമത്തെ വാക്യം. This is a new covenant blessing. ഇത് പുതിയ നിയമത്തിന്റെ ഒരു അനുഗ്രഹമാണ്. Verse 17, it says, God says, in the last days I'll pour out my spirit on all mankind and your sons and your daughters will prophesy. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. Your sons and your daughters will prophesy. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. Verse 18, on my bond slaves, men and women, I'll pour out my spirit and they will all prophesy. എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. So what does prophecy mean? പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? Okay, let us look at the word of God. 1 Corinthians 14. 1 കൊരിന്ത്യർ 14-ാം അധ്യായം. Prophecy does not mean speaking about the future always. ഭാവിയെ കുറിച്ച് പറയുന്നത് മാത്രമല്ല പ്രവചനം. That is Old Testament. അത് പഴയ നിയമമാണ്. Old Testament prophets spoke about the future.
പഴയ നിയമത്തിലെ പ്രവാചകന്മാരൊക്കെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. But in the New Testament prophets, what did they speak? എന്നാൽ പുതിയ നിയമത്തിലെ പ്രവാചകന്മാർ അവരെന്താണ് പറഞ്ഞത്? I'll give you one example. ഒരു ഉദാഹരണം, Acts chapter 11. അപ്പോസ്തല പ്രവൃത്തികൾ 11 അധ്യായം. It speaks here about the New Testament prophets. പുതിയ നിയമത്തിലെ പ്രവാചകന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Acts 15 verse 32. അപ്പോസ്തല പ്രവൃത്തികൾ 15 അധ്യായത്തിന്റെ 32 വാക്യം. Acts 15:32. അതിന്റെ 32 വാക്യം. Judas and Silas were prophets. യൂദയും ശീലാസും പ്രവാചകന്മാരാകൊണ്ട് What did they do? അവരെന്താണ് ചെയ്തിരുന്നത്? They did not predict the future. അവർ ഭാവിയെ കുറിച്ചല്ല പറഞ്ഞത്. They encouraged and strengthened the brothers with a long message. പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ചു ഉറപ്പിച്ചു. These are New Testament prophets. ഇതാണ് പുതിയ നിയമ പ്രവാചകന്മാർ. What do New Testament prophets do? പുതിയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ശുശ്രൂഷ എന്താണ്? Many people only know that Agabus said he was also a prophet. He predicted something about the future. ചിലരും പറയുന്നത് അഗബാസ് ഭാവിയെ കുറിച്ച് ചില കാര്യങ്ങൾ പ്രവചിച്ചു എന്ന് മാത്രമാണ്. He gave one sentence, that's all. ഒരു വാക്ക് മാത്രം അഗബാസ് പറഞ്ഞു, There will be a famine. ഒരു ക്ഷാമം വരാൻ പോകുന്നു. Another time, one more sentence, that Paul will be bound when he goes to Jerusalem. മറ്റൊരു കാര്യം പറഞ്ഞത് പൗലോസ് യെരുശലേമിൽ ചെല്ലുമ്പോൾ ബന്ധിക്കപ്പെടും. Only 2 sentences, his prophecies. രണ്ട് വാക്യങ്ങൾ മാത്രത്തിലാണ് താൻ പ്രവചിച്ചത്. Many people don't know about Judas and Silas, who are the prophets. എന്നാൽ യൂദയും ശീലാസും പ്രവാചകന്മാരായിരുന്നു അനേകർക്ക് അറിയില്ല. They were prophets who preached a long message in the church. That is also prophecy. അവര് സഭയില് നീണ്ട സന്ദേശങ്ങൾ പ്രസംഗിച്ചവരാണ്. അതും പ്രവചനങ്ങളായിരുന്നു. And what happened? അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? It encouraged the brothers and strengthened the brothers. അത് സഹോദരന്മാരെ ഉറപ്പിച്ചു, അവരെ പ്രബോധിപ്പിക്കുകയും ഉറപ്പിക്കുകയും Do you ചെയ്തു. know, brothers and sisters, you can prophesy like that? സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കും ഈ വിധത്തിൽ പ്രവചിക്കുവാൻ കഴിയും. What do we read in Acts 2? I'll pour out my spirit and men and women will prophesy. ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, പുരുഷന്മാരും സ്ത്രീകളും പ്രവചിക്കുമെന്നാണ് പറയുന്നത്. Turn to 1 Corinthians 14:3. 1 കൊരിന്ത്യർ 13 അധ്യായത്തിന്റെ 3 വാക്യം. The one who prophesies is speaking to men to edification, exhortation and consolation. 1 കൊരിന്ത്യർ 14:3. പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. Now the question is, when are we going to prophesy? ഇപ്പോഴുള്ള ചോദ്യം, എപ്പോഴാണ് നാം പ്രവചിക്കാൻ പോകുന്നത്? Some people say only in the church meeting. ചിലർ പറയും നാം സഭായോഗത്തിൽ മാത്രം. When should we speak to people to encourage them and challenge them and build them up? എപ്പോഴാണ് നാം മറ്റുള്ളവരോട് സംസാരിക്കുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും അവരെ പ്രബോധിപ്പിക്കുകയും അവരെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്? All the time. എപ്പോഴും. I'll show you another verse. മറ്റൊരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം. Hebrews 3. എബ്രായ ലേഖനം 3 അധ്യായം 13. അതിന്റെ 13 വാക്യം. Encourage one another day after day as long as it is called today. അതെ, ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. So that nobody is hardened through the deceitfulness of sin. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്നെന്ന് Is പറയുന്നിടത്തോളം. that a command for you, my brother, sister? ഇത് നിങ്ങൾക്കുള്ള ഒരു കൽപ്പനയാണോ എന്റെ സഹോദരി സഹോദരന്മാരെ? What do you think? നിങ്ങൾക്ക് എന്താണ് Is തോന്നുന്നത്? that a verse only for apostles or prophets or something? അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വേണ്ടി മാത്രമുള്ള ഒരു വാക്യങ്ങളാണോ ഇത്? It says in verse 14, we have become partakers of Christ. അതിന്റെ 14 വാക്യം, നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ എന്നാണ്. Aren't you a partaker of Christ? നമ്മൾ ക്രിസ്തുവിന്റെ പങ്കാളികളല്ലേ? Then verse 13 is for you. അങ്ങനെയെങ്കിൽ അതിന്റെ 13 വാക്യം നമുക്കുള്ളതാണ്. What should you do? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? Encourage one another. ഇന്ന് നാളുള്ളിടത്തോളം അന്യോന്യം പ്രബോധിപ്പിക്കുക. How frequently? എപ്പോഴൊക്കെയാണ്? Once a week? ആഴ്ചയിൽ ഒരിക്കലാണോ? What does it say there? ഇവിടെ എന്താണ് പറയുന്നത്? ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾതോറും, എവരിഡേ. Every day. Okay, tell me, who is the one person you see every day? എല്ലാ ദിവസവും നിങ്ങൾ കാണുന്ന ആൾ ആരാണ്? You married people, tell me. വിവാഹം കഴിഞ്ഞവർ പറയുക. Your husband or wife. നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ. What should you do to him every day? എല്ലാ ദിവസവും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
encourage. അവരെ ഉത്സാഹിപ്പിക്കുക, പ്രബോധിപ്പിക്കുക. Have you done it? മനസ്സിലായോ? മനസ്സിലായില്ലല്ല, ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? Have you encouraged your husband and wife? നിങ്ങളുടെ ഭാര്യയോ ഭർത്താവിനെയോ നിങ്ങൾ പ്രബോധിപ്പിക്കാറുണ്ടോ? Do you know it's a sin to disobey God's word? ദൈവവചനം അനുസരിക്കാതിരിക്കുന്നത് പാപമാണ് എന്ന് നിങ്ങൾക്കറിയാം. Do you know how many days you have committed that sin by not obeying this verse? ഈ വചനം അനുസരിക്കാതെ എത്ര ദിവസങ്ങൾ നിങ്ങൾ പാപം ചെയ്തു നിങ്ങൾക്കറിയാം. Can we start today? ഇന്ന് നമുക്ക് തുടങ്ങാമോ? To encourage. അന്യോന്യം പ്രബോധിപ്പിക്കുക. Encourage is not, why haven't you done that? നീ എന്താണ് അത് ചെയ്യാഞ്ഞതെന്ന് ചോദിക്കുന്നത് അല്ല. How many times I told you not to do like this? എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ട് എന്താണ് ചെയ്യാത്തത്? That is not encourage. അതല്ല പ്രബോധനം. Encourage. ഉത്സാഹിപ്പിക്കുക. That was good. Thank you so much. അത് നന്നായിരുന്നു. വളരെ Even to your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും. Don't you think we should encourage our children? നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ഉത്സാഹിപ്പിക്കണ്ടേ? I'll tell you something which I have experienced. ഞാൻ അനുഭവിച്ച കാര്യം. I have 4 sons. എനിക്ക് 4 ആൺമക്കളാണുള്ളത്. All of them are following the Lord today. അവരെല്ലാം ഇന്ന് കർത്താവിനെ പിന്തുടരുന്നവരാണ്. They are all preaching God's word. അവരെല്ലാം ദൈവവചനം പ്രസംഗിക്കുന്നവരാണ്. They all married God-fearing women. അവരെല്ലാം ദൈവഭക്തിയുള്ള ഭാര്യമാരെ ലഭിച്ചവരാണ്. All of them are bringing up their children in godly ways. അവരെല്ലാവരും തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നവരാണ്. I'll tell you something. ഞാൻ നിങ്ങളോട് പറയട്ടെ. You can accomplish more by encouraging your children than by keeping on correcting them. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നതിനേക്കാൾ പ്രയോജനം വരുന്നത് നിങ്ങൾ എല്ലാ ദിവസവും അവരെ പ്രബോധിപ്പിക്കുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും. We have to correct them. അവരെ നമ്മൾ അവരെ I ശിക്ഷിക്കണം. have corrected my children. I have spanked my children. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ അടിച്ചിട്ടുണ്ട്. But I have encouraged them. അതുപോലെ തന്നെ ഞാൻ അവരെ ഉത്സാഹിപ്പിച്ചിട്ടുണ്ട്. Even now I encourage them, though they are older. അവരെ പ്രായം ചെന്നിട്ടും ഞാൻ അവരെ ഉത്സാഹിപ്പിക്കാറുണ്ട്. This is a habit which most Christians do not practice. അനേക ക്രിസ്ത്യാനികളും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാത്ത ഒരു കാര്യമാണ്. The primary mark of prophecy is encourage. പ്രവചനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഉത്സാഹിപ്പിക്കുക, പ്രബോധിപ്പിക്കുക. Ask God to fill you with the Holy Spirit to encourage others. മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ. Lord, give me a word to encourage somebody. കർത്താവേ, മറ്റുള്ളവരെ ഒന്ന് ഉത്സാഹിപ്പിക്കാനുള്ള വാക്യം എനിക്ക് തരണമേ. It may be one sentence, that's all. ചിലപ്പോൾ ഒരു സെന്റൻസ് മാത്രമായിരിക്കും. When you are speaking to somebody on a cell phone, മറ്റാരോടെങ്കിലും ടെലിഫോണിൽ നിങ്ങൾ സംസാരിക്കുകയാണെന്നിരിക്കട്ടെ. why can't you speak one sentence of encouragement? എന്തുകൊണ്ടാണ് അവരെ ഉത്സാഹിപ്പിക്കത്തക്ക ഒരു വാക്യം നിങ്ങൾക്ക് പറയുവാൻ When കഴിയാത്തത്? somebody comes to visit you in your house, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളെ സന്ദർശിക്കാനായിട്ട് ചിലർ വരുമ്പോൾ, your sisters, സഹോദരിമാരെ, what do sisters sit and talk to each other most of the time? സാധാരണ സഹോദരിമാര് കൂടിയിരിക്കുമ്പോൾ എന്ത് കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്? Some gossip about something happening here or there. അവിടെ ഇവിടെ നടന്ന ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. And sometimes some evil about other people. മറ്റുള്ളവരെ കുറിച്ച് ചിലപ്പോൾ ദൂഷണം പറയും. Some brothers also are like that. ചില സഹോദരന്മാരും അങ്ങനെയൊക്കെയാണ്. So what do you gain by that? അതുകൊണ്ട് നാം എന്താണ് സമ്പാദിക്കുന്നത്? Why not prophesy when you meet each other? നമ്മൾ തമ്മിൽ കാണുമ്പോൾ എന്തുകൊണ്ട് പ്രബോധിപ്പിച്ചുകൂടാ? That means to say some encouraging words. അതായത് ചില ഉത്സാഹിപ്പിക്കുന്ന വചനങ്ങൾ, to strengthen them. That അവരെ ബലപ്പെടുത്തുക, അവരെ പ്രബോധിപ്പിക്കുക. Somebody comes to visit you in your house and they go away strengthened. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും സന്ദർശിച്ചു വന്നാൽ അവർ മടങ്ങി പോകുമ്പോൾ അവരെ ഉത്സാഹിക്കപ്പെട്ടവരായിട്ട് പോകും. Don't just give them a cup of tea, give them a word of encouragement also. അവർക്ക് ഒരു ചായ കൊടുക്കുക മാത്രമല്ല, അതിനോടുകൂടി അവരെ ഉത്സാഹിപ്പിക്കുന്ന ദൈവവചനങ്ങളോട്. That is prophesying. അതാണ് പ്രവചനം. And can the daughters of God do that? ദൈവത്തിന്റെ പുത്രിമാർക്ക് അത് ചെയ്യാൻ കഴിയുമോ? Sure. തീർച്ചയായിട്ടും പറ്റും. You can prophesy over the cell phone. ടെലിഫോണിൽ കൂടെ നിങ്ങൾക്ക് പ്രവചിക്കാം. And you can prophesy when you meet one another in your house. നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവരുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാം. Every day. ഓരോ ദിവസവും encourage one another every day. ഓരോ ദിവസവും നിങ്ങൾക്ക് അന്യോന്യം പ്രബോധിക്കാൻ കഴിയും. That is prophecy. അതാണ് പ്രവചനം. Every day you don't have meetings. എല്ലാ ദിവസവും നിങ്ങൾക്ക് മീറ്റിങ്ങുകളില്ല. So it teaches us that in the new covenant, prophesying is not only in the meeting. പുതിയ നിയമത്തിൽ പ്രവചനം എന്ന് പറയുന്നത് മീറ്റിംഗിൽ മാത്രമല്ല. Whenever we meet one another. നാം എപ്പോഴൊക്കെ മറ്റുള്ളവരെ കണ്ടുമുട്ടുന്നു. You know, some people have a tremendous gift of this.
ചിലർക്ക് ഇതിന് പ്രത്യേകമായ വരമുള്ളവരാണ്. Always encouraging others. മറ്റുള്ളവരെ എപ്പോഴും ഉത്സാഹിപ്പിക്കുന്നു. Have you heard of one man whose name was Joseph in the Acts of the Apostles? അപ്പോസ്തല പ്രവൃത്തികൾ ജോസഫ് എന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്? Not the father of Jesus, he is not mentioned in the Acts. യേശുവിന്റെ പിതാവായ ജോസഫിനെ കുറിച്ചല്ല, ആ ജോസഫിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ. Whose name was Joseph in the Acts of the Apostles? Tell me. Barnabas. ബർന്നബാസ്. Good, your Bible knowledge is good. Everybody knows Barnabas, but that was not his name. ബർന്നബാസിനെ എല്ലാവർക്കും അറിയാം, പക്ഷേ അവന്റെ ശരിക്കുള്ള പേര് You know what his name was? Joseph. ജോസഫ് എന്നായിരുന്നു ബർന്നബാസിന്റെ പേര്. The apostle said, we got to change your name. അപ്പോസ്തലൻ പറഞ്ഞു ആ ബർന്നബാസിനോട് പേര് മാറ്റണമെന്ന്. They told Joseph, your name must be changed. ജോസഫിനോട് പറഞ്ഞു നിന്റെ പേര് മാറ്റണമെന്ന്. And we are going to call you Barnabas. ഇത് നിന്നെ ബർന്നബാസ് എന്ന് വിളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. 4:36. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം. You know why they changed his name? Very interesting. എന്തിനാണ് അവന്റെ പേര് മാറ്റിയതെന്ന് അറിയാമോ? Barnabas means a son of encouragement. പ്രബോധന പുത്രൻ എന്നർത്ഥമുള്ള ബർന്നബാസ് എന്ന് അപ്പോസ്തലന്മാർ മറുപേര് വിളിച്ച കുപ്രസ് ദ്വീപുകാരനായ ജോസഫ് എന്നൊരു ലേവ്യൻ. What a testimony he must have had. അവന്റെ ഒരു സാക്ഷ്യം എത്ര നല്ലൊരു സാക്ഷ്യമായിരുന്നു. Whoever he met, he would encourage him. താൻ കണ്ടുമുട്ടുന്ന എല്ലാവരെയും പ്രബോധിപ്പിക്കുന്ന ഒരാളായിരുന്നു. He goes to house, he'll encourage them. ഓരോ ഭവനത്തിൽ പോകുമ്പോഴും മറ്റുള്ളവരെ പ്രബോധിപ്പിക്കും. Somebody comes to visit him, he gets encouraged. ആരെങ്കിലും തന്നെ സന്ദർശിക്കാൻ വന്നാൽ അവരെ പ്രബോധിപ്പിക്കും. He meets somebody on the street, he encourages him. തെരുവില് ആരെയെങ്കിലും കണ്ടുമുട്ടിയാൽ അവരെയും പ്രബോധിപ്പിക്കും. He was doing it all the time. എപ്പോഴും ഈ ശുശ്രൂഷയാണ് ബർന്നബാസ് ചെയ്തുകൊണ്ട്. No gossiping, no backbiting, no speaking evil of others. മറ്റുള്ളവരെ കുറിച്ച് ദൂഷ്യം പറയുകയോ പരദൂഷണം പറയുകയോ ഒന്നും ചെയ്യാതെ ഒരാളായിരുന്നു. And the apostles heard about this brother. He's encouraging everybody. ഈ സഹോദരനെ കുറിച്ച് കേട്ടിട്ട് They said, brother, we got to get rid of your name. Joseph is not your name. അപ്പൊ പറഞ്ഞു, സഹോദര നിന്റെ പേര് ഇനി മുതൽ ജോസഫ് എന്നല്ല. We are going to call you encourager. ഇനി മുതൽ ഇങ്ങനെ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്ന പ്രബോധകൻ എന്ന് നിന്റെ പേരിടും. Now if people hear you all the time, do you think they will change your name into that name? നിങ്ങളെ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആൾക്കാരെ നിങ്ങളെ കണ്ടാൽ നിങ്ങളുടെ പേരെങ്ങനെ വിളിക്കുന്നു? You tell me, people who have heard all your conversation in the last 1 year. നിങ്ങളുടെ കഴിഞ്ഞ ഒരു വർഷത്തെ സംഭാഷണങ്ങൾ മുഴുവനും ആൾക്കാർ കേട്ടിട്ട് What name will they give you? നിങ്ങൾക്ക് എന്ത് പേരായിരിക്കും തരുന്നത്? Gossiper, backbiter, ദൂഷകൻ, criticizer, മറ്റുള്ളവരെ വിമർശിക്കുന്നവൻ, person finding fault with others. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നവൻ. Lot of Christians will get that name. അനേക ക്രിസ്ത്യാനികൾക്കും അങ്ങനെ ഒരു പേരായിരിക്കും ലഭിക്കുന്നത്. Shall we make it different from now on? ഇന്നു മുതൽ നമുക്ക് ഈ വിഷയത്തിൽ ഒരു വ്യത്യാസം വരുത്തുവാൻ കഴിയുമോ? Lord, I want to be encourager. കർത്താവേ, ഞാനും ഒരു പ്രബോധകൻ, മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നവനായിരിക്കുവാൻ keep on hearing me, I'll be like this Joseph whose name was changed. അതെ, ഈ പേര് മാറ്റിയ ജോസഫിനെ പോലെ ആയി തീരുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. You know how many people you can help? എത്ര ആൾക്കാരെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് അറിയാമോ? I got an email a few weeks ago from somebody. ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരാളിൽ നിന്ന് എനിക്കൊരു ഇമെയിൽ സന്ദേശം കിട്ടി. It really made me weep. അത് വായിച്ച് ഞാൻ വളരെ കരഞ്ഞു. There's one sister, married sister. വിവാഹിതയായ ഒരു സഹോദരിയാണ്. She said, Brother Zach, I listened to your messages. ആ സഹോദരി ഇങ്ങനെയാണ് ഇത്, സഹോദരൻ സാക്കെ, ഞാൻ നിങ്ങളുടെ മെസ്സേജസ് കേൾക്കാറുണ്ട്. Because of that, I and my children were saved from committing suicide. അതിന്റെ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടത്. Can you imagine how I felt when I read that? അത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടായ ആ ഒരു സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? Lord, this poor sister, and I don't know what all problems she was facing. എന്തൊക്കെ പ്രശ്നങ്ങൾ കൂടിയാണ് സഹോദരി കടന്നു പോകുന്നതെന്ന് എനിക്കറിയില്ല. You know, people don't just commit suicide without facing any problem. പ്രശ്നങ്ങളില്ലാതെ ആരും അങ്ങനെ ആത്മഹത്യയുടെ വക്കിൽ എത്തിയില്ല.
She was facing so many problems and going to commit suicide with her children. ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിട്ടത് കാരണമായിട്ട് തന്റെ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്ത ഒരു സഹോദരിയാണ്. Till today I have not seen her. ഞാൻ ഇതുവരെ ആ സഹോദരിയെ കണ്ടിട്ടില്ല. Somehow God allowed her on the internet to listen എങ്ങനെയോ to my message. ഇന്റർനെറ്റിൽ കൂടി നമ്മുടെ സന്ദേശം കേൾക്കുവാൻ ആ സഹോദരിക്ക് ഇടയായി. And I'm sure it was not some message criticizing her and condemning her. ആ സഹോദരിയെ കുറ്റം വിധിക്കുന്ന, കുറ്റം പറയുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ഒരു സന്ദേശമായിരുന്നില്ല എന്ന് എനിക്കറിയാം. She must have heard a message that God loves her. ദൈവം തന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ആ പ്രബോധിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന ഒരു വചനമായിരിക്കും അവൾ കേട്ടത്. God is your father. ദൈവം നിന്റെ പിതാവാണ് എന്നുള്ള ആ ഒരു Anyway, whatever she heard, she got hope and she decided not to commit suicide. അവള് കേട്ടത് എന്ത് തന്നെയായാലും അവൾക്ക് ആ കേട്ടതിൽ പ്രത്യാശ ഉണ്ടാവുകയും അവിടെ തീരുമാനം. After that, I got another email that she's happy with her husband and children somewhere. അതിനുശേഷം മറ്റൊരു ഇമെയിൽ സന്ദേശം എനിക്ക് കിട്ടി, തന്റെ ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ ഒരുമിച്ച് വളരെ സന്തോഷവതിയായിട്ട് കുടുംബമായിട്ടായിരിക്കുന്നു. Many years ago, അനേക വർഷങ്ങൾക്ക് another experience like that. എനിക്ക് മറ്റൊരു അനുഭവം ഇതുപോലെ ഉണ്ടായി. I went to visit one family. ഞാൻ ഒരു കുടുംബം സന്ദർശിക്കാൻ കടന്നുപോയി. They were so poor, living in one small room. ഒരു ചെറിയ മുറിയിൽ താമസിക്കുന്ന ഒരു വളരെ ദരിദ്രമായ കുടുംബമായിരുന്നു. So I had known them earlier. ഞാൻ നേരത്തെ അവരെ അറിയാമായിരുന്നു. They were not in our church. I just thought I'd visit them. I just thought I would visit them that day. ഞാൻ അന്ന് അവരെ ഒന്ന് സന്ദർശിക്കാമെന്ന് അങ്ങനെ എന്റെ മനസ്സിൽ ഒരു ഫീലിംഗ് വന്നു. അങ്ങനെ ഞാൻ പോയി വിസിറ്റ് ചെയ്തു. Because I had not seen them for a long time. കുറേ നാളുകളായി ഞാൻ അവരെ കണ്ടിരുന്നില്ല. The day I went there, ഞാൻ ചെന്ന ദിവസം with 3 small children, 3 ചെറിയ കുഞ്ഞുങ്ങളുണ്ട് അവർക്ക്. heavily in debt. വലിയ കടഭാരത്തിലാണ് അവർ. And that person said to me, ആ മനുഷ്യനോട് പറഞ്ഞു, Brother Zach, today we were planning to commit suicide. സാഗ് ബ്രദറെ, ഞങ്ങൾ ഇന്ന് ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. Me, my wife and our 3 babies. ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളും. Because we are so much in debt. കാരണം ഞങ്ങൾ വലിയ We കടഭാരത്തിലാണ്. can't take care of our 3 children. ഈ 3 കുഞ്ഞുങ്ങളെ പരിപാലിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. But because you came നീ വന്നതുകൊണ്ട്, and encouraged us, ഞങ്ങളെ ഉത്സാഹിപ്പിച്ചതുകൊണ്ട് we are not going to do it. ഞങ്ങളത് ഇനി അത് ചെയ്യുകയില്ല. I said, you come and join our church. അവർ വന്ന് ഞങ്ങളുടെ സഭയിൽ അംഗമായി തീർന്നു. They came to our church and they're happy in the church. അവരിന്ന് വളരെ സന്തോഷമായിട്ട് സഭയിലായിരിക്കുന്നു. I can think of 2 other cases like that. ഇതുപോലെ മറ്റു 2 കേസുകൾ എനിക്കറിയാം. I went to one house, just felt a prompting to go to one house one day. ഒരു ദിവസം എനിക്ക് ഇങ്ങനെ ഒരു മനസ്സിലൊരു നടത്തിപ്പ് കിട്ടിയ മറ്റൊരു ഭവനത്തിൽ പോകണമെന്ന്. I hadn't been there for a long time. അനേക നാളുകളായിട്ട് ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിരുന്നില്ല. And that man in that house had just come from work. ആ വീട്ടിലുള്ള മനുഷ്യൻ അന്നത്തെ ജോലി കഴിഞ്ഞ് So I വീട്ടിൽ spoke the word of മടങ്ങിയെത്തിയ God to him. ഞാൻ ദൈവവചനം അവനോട് സംസാരിച്ചു. And little later he took out one packet from his pocket. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്റെ പോക്കറ്റിൽ നിന്നൊരു പാക്കറ്റ് അദ്ദേഹം എടുത്തു. And he gave it to his wife. അവന്റെ ഭാര്യയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, I said, throw this away. ഇത് ദൂരെ എറിഞ്ഞു കളയാൻ പറഞ്ഞു. This is poison. I brought it to commit suicide today. ഇന്ന് ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. Because we are facing so many problems. കാര്യം നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. I was so thankful that I listened to the Holy Spirit and went to that house that day. അന്ന് പരിശുദ്ധാത്മാവിന്റെ ആ ശബ്ദം കേട്ടിട്ട് ആ ഭവനത്തിലേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ദൈവത്തോട് ഒത്തിരി My നന്ദി dear പറയുന്നു. brothers and sisters, എൻ്റെ സഹോദരി സഹോദരന്മാരെ, seek to be filled with the Holy Spirit പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുക. and listen. കേൾക്കുക. Stop speaking evil of others. മറ്റുള്ളവരെ കുറിച്ച് ദോഷം സംസാരിക്കുന്നത് നിർത്തുക. Be an encourager. മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്നവരായിരിക്കുക. Lord, please tell me, how can I encourage somebody? കർത്താവേ, എങ്ങനെയാണ് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നത്? That is the tongue of fire. എനിക്ക് ആ അഗ്നി ഉള്ള ഒരു Tongue under the control of the Holy Spirit. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കപ്പെട്ട ഒരു നാവ് എനിക്ക് You first start in your home. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ തുടങ്ങി വെക്കുക. Jesus said you must be witness first in Jerusalem, then Judea, then Samaria, then all over the world. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ആദ്യം ജെറുസലേമിലും പിന്നെ യൂദായിലും പിന്നെ സമറിയയിലും പിന്നെ ലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. Jerusalem is your home first. യെരുശലേം നിന്റെ ഭവനമാണ്. Start encouraging the people in your home. നിന്റെ ഭവനത്തിലുള്ളവരെ ആദ്യം നീ ഉത്സാഹിപ്പിക്കുക. Your husband, നിന്റെ ഭർത്താവിനെ, your wife, നിന്റെ ഭാര്യയെ, your children. നിന്റെ കുഞ്ഞുങ്ങളെ. If you have a servant,
your servant, നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആളുണ്ടെങ്കിൽ അവരെ, everyone. എല്ലാവരെയും. And then God will expand your boundary and you'll be able to help others. അതിനുശേഷം ദൈവം നിന്റെ അതിൽ വിസ്താരപ്പെടുത്തുകയും മറ്റുള്ളവരെ സഹായിക്കുവാൻ ദൈവം നിന്നെ സഹായിക്കുകയും ചെയ്യും. It's a wonderful thing to say, Lord, I വളരെ want to മനോഹരമായ encourage ഒരു കാര്യം. somebody every day. കർത്താവേ, മറ്റുള്ളവരെ എല്ലാ ദിവസവും നാൾതോറും പ്രബോധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I write emails every day of my life. എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞാൻ ഇമെയിൽ സന്ദേശം അയക്കാറുണ്ട്. Somebody to encourage someone. ആരെയെങ്കിലും എവിടെയെങ്കിലും ഒരിടത്ത് ഒന്ന് പ്രബോധിപ്പിക്കുവാൻ, ഉത്സാഹിപ്പിക്കുവാൻ. You speak on a telephone maybe every day to somebody. എല്ലാ ദിവസവും നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ ടെലിഫോണിൽ സംസാരിക്കാറുണ്ടല്ലോ. Can't you encourage them? Very easy. നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ചിലരെ പ്രബോധിപ്പിക്കാൻ പറ്റും. Brothers and sisters will prophesy. സഹോദരന്മാരും സഹോദരിമാരും പ്രവചിക്കും. Don't think you have to only do it standing in the pulpit in the church. സഭയിൽ കടന്നു വന്ന് പുൽപിറ്റിൽ നിന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. You can do it in your home, you can do it on email, you can do it on the phone, you can do it all the time. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റും, നിങ്ങൾക്ക് ഫോണിൽ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഇമെയിൽ കൂടെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാ ദിവസവും എല്ലാ സമയവും ചെയ്യാൻ പറ്റും. Don't be a discourager. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുന്നവരാകരുത്. Be an encourager. മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്നവരാകണം. There's a great promise in the book of Zechariah in the Old Testament. പഴയ നിയമത്തിലെ സക്കറിയായുടെ പുസ്തകത്തിലെ ഒരു വലിയ വാഗ്ദത്തമുണ്ട്. Zechariah chapter 8. സക്കറിയായുടെ പുസ്തകം 8-ാം അധ്യായം. Claim this promise. ഈ വാഗ്ദത്തം നിങ്ങൾ ദൈവത്തോട് അവകാശപ്പെടുക. Zechariah 8:13. അതിന്റെ 13-ാം വാക്യം. And it'll come about just as you were a curse among the nations in the past, I will save you and you will become a blessing. So don't be afraid, let your hands be strong. യഹൂദ ഗ്രഹവും ഇസ്രായേൽ ഗ്രഹവുമായുള്ളവരെ, നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരും. നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിക്കുവിൻ. The Lord says, in the past you were a curse to people. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ശാപമായിരുന്നു. Wherever you went, you discouraged people or you. നിങ്ങൾ പോകുന്നിടത്തൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുന്നവരായിരുന്നു. That is going to change from today. ഇന്നു മുതൽ അതിനൊരു വ്യത്യാസം വരാൻ പോകുകയാണ്. If you have faith. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ. If you don't have faith, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ. What is the promise for those who don't have faith? വിശ്വാസമില്ലാത്തവർക്കുള്ള വാഗ്ദത്തം എന്താണ്? You will receive nothing from the Lord. ദൈവത്തിൽ നിന്നും ലഭിക്കുന്നു. Do you want that promise? You will receive nothing from the Lord. ദൈവത്തിൽ നിന്നൊന്നും ലഭിക്കയില്ല എന്നുള്ള ആ വാഗ്ദത്തം നിങ്ങൾക്ക് വേണോ? That's James chapter 1 we read. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിച്ച വാക്യമാണ്. But you can be an encourager from today. But ഇന്നു മുതൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്ന. In the past you were like a curse to people. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഒരു Now ശാപമായിരുന്നു. you will be a blessing. പക്ഷേ ഇന്നു മുതൽ നിങ്ങൾ ഒരു അനുഗ്രഹ വിഷയമായി തീരും. Don't be afraid. നിങ്ങൾ ഭയപ്പെടരുത്. Let your hands be strong. നിങ്ങളുടെ കരങ്ങൾ ധൈര്യപ്പെട്ടിരിക്കട്ടെ. I want all of you to pray that God will fill you with the Holy Spirit. നിങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ ദൈവം നിങ്ങളെ നിറയ്ക്കണം എന്ന്. He'll give you a tongue of fire. അതെ, ഒരു അഗ്നി നാവ് നിങ്ങൾക്ക് തരുവാൻ. The fire of encouraging everybody you meet. നാം കണ്ടുമുട്ടുന്ന എല്ലാവരെയും ഉത്സാഹിപ്പിക്കുന്ന ഒരു പ്രബോധകന്റെ നാവ് നിങ്ങൾക്ക് തരേണ്ടത്. And when Jesus comes back, യേശു തിരിച്ചു വരുമ്പോൾ maybe 10,000 people will get up and say, I thank God for this sister, she encouraged me. ഒരുപക്ഷെ 10,000 പേര് എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് പറയും, ഈ സഹോദരി മുഖാന്തരമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. Many people may get up and say, I would have committed suicide if this sister had not spoken to me. ചിലര് എഴുന്നേറ്റ് പറയുമായിരിക്കും, ഈ സഹോദരിയെ അന്ന് എന്നെ പ്രബോധിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അന്ന് ആത്മഹത്യ ചെയ്യുമായിരുന്നു. Don't you want to be like that? അങ്ങനെ ഒരാളായിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? Brothers and sisters, സഹോദരി സഹോദരന്മാരെ, we have spent enough years speaking evil of others and criticizing others. നമ്മൾ അനേക വർഷങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ദോഷം സംസാരിക്കുന്നവരും പരദൂഷണം പറയുന്നവരുമായിട്ടൊക്കെ നമ്മുടെ സമയം. We don't want to do that anymore. ഇനി മേലാൽ നമുക്ക് അങ്ങനെ ചെയ്യരുത്. 1 Peter 4:3. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. 1 Peter 4:3. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ
മൂന്നാമത്തെ The time past is sufficient for you to have carried out the desire of the Gentiles, having pursued a course of sensuality, lust, drunkenness, carousals, drinking parties, and abominable idolatries. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. Kalam poked madi. That much is. You have done enough gossiping, enough speaking evil for a lifetime. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കാലം നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരോട് അവരുടെ കുറ്റം പറയുകയും അവരുടെ ദോഷം പറയുകയും പരദൂഷണം പറയുകയും ഒക്കെ ചെയ്ത് നിങ്ങളുടെ shouting and yelling at your husband and wife. ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ടിംഗ് ഒക്കെ You've done it for years. അനേക വർഷങ്ങളായിട്ട് നിങ്ങൾ അങ്ങനെ And it says it is enough. മതി. അതുകൊണ്ട് അത്രയും കാലം കൊണ്ട് ഇങ്ങനെ ചെയ്തത് It is മതി. enough. You have done it enough. ആവശ്യത്തിലധികം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. Now let us do something else. ഇനിയും മുതൽ നിങ്ങൾ മറ്റു ചിലത് ചെയ്യുക. Lord, till now it was the fire of hell on my tongue. കർത്താവേ, ഇന്നുവരെയും നരകത്തിന്റെ അഗ്നിയായിരുന്നു എന്റെ നാവിനെ നിയന്ത്രിച്ചിരുന്നത്. But now I want it to be the fire of the Holy Spirit. കർത്താവേ, ഇന്നു മുതൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി എന്റെ നാവിനെ നിയന്ത്രിക്കുവാൻ ഞാൻ I ആഗ്രഹിക്കുന്നു. want to know God as my Father. ദൈവത്തെ എന്റെ പിതാവായിട്ട് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Before the Holy Spirit can use your tongue, പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ നാവിനെ ഉപയോഗിക്കുവാൻ കഴിയുന്നതിന് മുമ്പ് the first thing the Holy Spirit puts on your tongue? എന്താണ് നിങ്ങളുടെ നാവിൽ പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് Before you can encourage others? മറ്റുള്ളവരെ നാം ഉത്സാഹിപ്പിക്കുന്നതിന് മുമ്പ് See Romans 8. റോമാലേഖനം 8-ാം അധ്യായം. When the Holy Spirit comes into your heart, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ it says in Romans 8, റോമാലേഖനം 8-ാം അധ്യായം verse 15, അതിന്റെ 15-ാമത്തെ വാക്യം. we have not received a spirit of slavery to fear, നമ്മൾ ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, but we have received a spirit of adoption that cries out, Abba, Father. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് So, തന്നത്. before we encourage others, the first words the Holy Spirit speaks in our tongue is to God and says, Daddy. പരിശുദ്ധാത്മാ പിതാവിനെ അബ്ബ എന്ന് വിളിക്കുന്ന, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ ഒരു ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നത്. What is the word that you use to call your earthly father? നിങ്ങളുടെ ഭൂമിയിലുള്ള പിതാക്കന്മാരെ നിങ്ങൾ എങ്ങനെയാണ് വിളിക്കുന്നത്? In English it is daddy. ഇംഗ്ലീഷിലെ ഡാഡി എന്നാണ്. In മലയാളം Appacha or അപ്പ, something. അപ്പച്ച. That is what the Holy Spirit says. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. You look up to heaven and say, Daddy. സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറയുക, പിതാവേ. Whatever name you use for your own father. നമ്മുടെ പിതാവിനെ വിളിക്കുവാൻ നാം ഏത് വാക്കാണ് ഉപയോഗിക്കുന്നത്? Nobody calls father Pidave. Do you call your father Pidave? നാം പിതാവേന്ന് നമ്മുടെ അപ്പന്മാരെ ആരെയും പിതാവേന്ന് നമ്മൾ വിളിക്കാറില്ല. No. What do you call them? എന്താണ് Appa, വിളിക്കുന്നത്? Appacha. That's an intimate word. അതാണ് നമ്മൾ ഏറ്റവും സ്നേഹപൂർവ്വമായിട്ട് വിളിക്കുന്നത്. That is what the Holy Spirit makes us call God. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങനെ വിളിക്കാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്. Intimate word. വളരെ സ്നേഹനിർഭരമായ വാക്ക്. You must know God like that. ദൈവത്തെ അങ്ങനെ നാം അറിയണം. That is what changed my life 40 years ago. 40 വർഷം മുമ്പ് അത് അങ്ങനെ ഒരു ബന്ധമാണ് എന്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തിയത്. God filled me with the Holy Spirit. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചു. I could look up to heaven and say, എനിക്ക് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയുവാൻ കഴിഞ്ഞു, Daddy. ഡാഡി. I was no longer an orphan. ഞാൻ ഒരു അനാഥനല്ല എന്നുള്ള ഒരു ബോധ്യം You need എനിക്കുണ്ടായി. to know God like that. അങ്ങനെ ദൈവത്തെ നമ്മുടെ ഒരു പിതാവെന്ന് As someone who അറിയുവാൻ, is so close to you, cares for you, നമ്മളെ കുറിച്ച് കരുതുന്ന, നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുവാൻ കഴിയുന്ന ഒരു പിതാവ്, solve every problem, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ runs the universe. ഈ ഭൂലോകത്തെ മുഴുവനും പ്രപഞ്ചത്തെ മുഴുവനും So that നിയന്ത്രിക്കുന്ന you ദൈവം. can say, if God is for me, who can be against me? Like the Apostle Paul. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. We are more than conquerors through in every situation. നമ്മളെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിനും മതിയായവനാകും. And then we can use our tongue to encourage others. അങ്ങനെയായി തീരുമ്പോഴാണ് നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നത്. So I pray that there will be a real change in all of our lives from today. ഇന്നു മുതൽ അതെ നമ്മുടെ ജീവിതം മുഴുവനും
ആ വിധത്തിൽ വ്യത്യാസപ്പെടുവാൻ നാം ആഗ്രഹിക്കുന്നു. And we are going to pray for that right now. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. We want to pray that we will be filled with the Holy Spirit. നാം എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ തക്കവണ്ണം നാം പ്രാർത്ഥിക്കാം. And before you pray for that, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് please close your eyes and concentrate your minds on God. നിങ്ങളുടെ ഹൃദയം ദൈവത്തിലേക്ക് നാം കേന്ദ്രീകരിക്കാം, നമ്മുടെ മനസ്സ് ദൈവത്തിൽ കേന്ദ്രീകരിക്കാം. Jesus taught us to pray, Our Father who art in heaven. കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ്. So we think about our Heavenly Father. നാം നമ്മുടെ സ്വർഗീയ പിതാവിനെ കുറിച്ച് ചിന്തിക്കുക. Is there any sin in your life that you have not confessed to God? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും ദൈവത്തോട് മനസ്തവിച്ച് ഏറ്റുപറയാത്തതായ ഏതെങ്കിലും പാവം നിലനിൽക്കുന്നുണ്ടോ? Confess it now. ഇപ്പോഴത് ഏറ്റുപറയുക. Confess it to God. ദൈവത്തോട് ഇപ്പോഴത് ഏറ്റുപറയുക. Ask Him to cleanse you in the blood of Christ. യേശുവിന്റെ രക്തത്താൽ നിങ്ങളെ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുക. Have you hurt anybody? നിങ്ങൾ ആരെയെങ്കിലും മുറിവേൽപ്പിച്ചിട്ടുണ്ടോ? Say, Lord, I'm going to ask forgiveness from that person as soon as this meeting is over. ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്ക് ലഭിക്കുന്ന ആദ്യ സാവകാശത്തിൽ തന്നെ അങ്ങനെയുള്ള വ്യക്തികളോട് നിരന്നുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Anybody I hurt? ഞാൻ ആരെയെങ്കിലും മുറിപ്പെടുത്തി by phone, by conversation, by letter, some way I'm going to ask forgiveness in the first direction. എന്റെ വാക്കിലൂടെയോ ടെലിഫോണിലൂടെയോ ലെറ്ററിൽ കൂടെയോ എങ്ങനെയാണെങ്കിലും tell the Lord I'm going to do it like Zacchaeus said. ഞാൻ അങ്ങനെ ചെയ്യുവാൻ പോവുകയാണ്. കർത്താവിനോട് ഞാനത് പറയുകയാണ്. സഖിയോസ് പറഞ്ഞതുപോലെ, is there anybody you have not forgiven? നിങ്ങൾ ക്ഷമിക്കാത്തതായി ആരെങ്കിലും ഉണ്ടോ? Somebody who did some harm to you? ഒരുപക്ഷേ നിങ്ങൾക്ക് ദ്രോഹമായിട്ട് എന്തെങ്കിലും ചെയ്ത ആരോടെങ്കിലും നിങ്ങൾ ക്ഷമിക്കാത്തതായി. Have you forgiven your husband for all the wrong things he has done in his life? നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷേ നിങ്ങളുടെ ഭർത്താവ് ചെയ്ത എല്ലാ ദോഷപ്രവൃത്തികൾക്കും നിങ്ങൾ അവനോട് ക്ഷമിച്ചിട്ടുണ്ടോ? Everything? എല്ലാത്തിനും. Maybe your husband has done many stupid things. ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് വളരെ മോശമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു കാണും. Forgive him. അവനോട് ക്ഷമിക്കുക. Have you forgiven your wife? നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടോ? For all the foolish things she did. അവൾ മോശത്വമായി നിങ്ങളുടെ ചെയ്ത എല്ലാ കാര്യങ്ങളും അവളോട് ക്ഷമിച്ചിട്ടുണ്ട്. Forgive in such a way that you will not mention it again. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നിങ്ങൾ പൂർണ്ണമായും ക്ഷമിക്കുക. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇനി അത് നിങ്ങളുടെ ഓർമ്മയിൽ വരാതെ നിങ്ങൾ പറയാതെ ഇരിക്കത്തക്കവണ്ണം. I'm just trying to prepare your heart to be filled with the Holy Spirit. നിങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ടതിന് വേണ്ടി ഒരുക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Of all these blockages are there, you'll never be filled with the Holy Spirit. ഈ വിധത്തിൽ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ഹൃദയത്തിൽ വരുവാൻ കഴിയുകയില്ല. Please take what I'm saying seriously. ഞാൻ പറയുന്നത് നിങ്ങൾ ഗൗരവബോധത്തോടെ ഏറ്റെടുക്കുമോ? And if your heart is clear, നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ, and the blood of Jesus has cleansed you from all sin, യേശുവിന്റെ രക്തം എല്ലാ പാപത്തിൽ നിന്നും നിങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്നു. then I want you to believe something. അങ്ങനെയെങ്കിൽ ചില കാര്യം നിങ്ങൾ വിശ്വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. If you being evil know how to give good gifts to your children, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, how much more your heavenly Father will give the Holy Spirit when you ask Him. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി നൽകും. Think of your little child coming and saying, "Mommy, give me some food." നിങ്ങളുടെ കൊച്ചു കുഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട്, മമ്മി എനിക്ക് ആഹാരം വേണം, വിശക്കുന്നു എന്ന് പറയുന്നു എന്ന് തോന്നുന്നു. ചിന്തിക്കുക. Will you say no? പറ്റില്ല നിങ്ങൾ പറയുമോ? Much more your heavenly Father will not say no. അതിലെത്രയോ അധികമായി നിങ്ങളുടെ നല്ലവനായ സ്വർഗസ്ഥ പിതാവ് ഒരിക്കലും നിങ്ങളോട് നോ പറയുകയില്ല. That is faith, to believe that. അത് വിശ്വസിക്കുന്ന, അതാണ് വിശ്വാസം. So open your heart. നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തുറക്കുക. Say, Father in heaven, സ്വർഗീയ പിതാവേ, my heavenly daddy, എന്റെ സ്വർഗത്തിലെ അപ്പച്ച, I have confessed all my sins. ഞാൻ എന്റെ പാപങ്ങളെല്ലാം The ഏറ്റുപറയുന്നു. blood of Jesus has cleansed me. യേശുവിന്റെ രക്തം എന്നെ പൂർണ്ണമായും ശുദ്ധീകരിച്ചു. I have forgiven everybody in the world who has harmed me. കർത്താവേ, എന്നെ ഉപദ്രവിച്ച ലോകത്തിലുള്ള എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. And everybody whom I am harmed, I am decided I am going to ask them forgiveness. കർത്താവേ, ഞാൻ ആരെയെങ്കിലും ഉപദ്രവിച്ചോ മുറിവേൽപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും തീരുമാനമെടുക്കുന്നു അവരോട് മാപ്പ് ചോദിച്ച് നിരന്നുകൊള്ളാമെന്ന്. What I have taken wrongfully from others, I am going to return. കർത്താവേ, ഞാൻ ആരോടെങ്കിലും അധികമായിട്ട് എന്തെങ്കിലും അധികരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ മടക്കി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു.
I want to confess every known sin in my life. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബോധ്യം വന്നിരിക്കുന്ന എല്ലാ പാപങ്ങളും ഞാൻ ഏറ്റുപറയുന്നു. Now, Lord, fill me with your Holy Spirit കർത്താവേ, ഇപ്പോൾ നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ and നിറയ്ക്കണമേ. give me a tongue of fire. കർത്താവേ, ഒരു ആ തീനാവ് എനിക്ക് തരണമേ. Make me an encourager. കർത്താവേ, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു പ്രബോധകനാക്കി എന്നെ മാറ്റണം. Everyone I meet, I'll be able to encourage in some. കർത്താവേ, ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരെയും ഉത്സാഹിപ്പിക്കുന്നവനാക്കി എന്നെ മാറ്റണം. Change my life today. ഇന്ന് എൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തണമേ. Make me a different person. കർത്താവേ, ഒരു വ്യത്യസ്തനായി എന്നെ മാറ്റണമേ. Lord, I believe. കർത്താവേ, ഞാനത് വിശ്വസിക്കുന്നു. You are more loving to me than I am to my children. കർത്താവേ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നത് ഞാൻ I വിശ്വസിക്കുന്നു. believe that. കർത്താവേ, ഞാനത് പൂർണ്ണമായും I am വിശ്വസിക്കുന്നു. not an orphan. I have got a father in heaven. കർത്താവേ, ഞാൻ അനാഥനല്ല, എനിക്ക് സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്. Thank you. നന്ദി Thank you for hearing me. നന്ദി കർത്താവേ. എന്നെ സ്തുതി. Lord, make this real in my life. കർത്താവേ, ഇതെന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണം. Thank you for hearing my prayer. എന്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ.